ഇത് കിരീടം പാലം. 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളം നെഞ്ചേറ്റിയ കിരീടം സിനിമയിൽ മഹാനടൻ മോഹൻലാൽ അനശ്വരമാക്കിയ കേന്ദ്ര കഥാപാത്രം സേതുമാധവൻ തൻ്റെ ദുഃഖങ്ങൾ കടിച്ചമർത്തി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി നടന്നകന്ന അതേ പാലം. ഇന്ന് ഈ പാലം കിരീടം പാലം എന്ന പേരിൽ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സിനിമാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പാലം നവീകരിച്ച് ജില്ലയിലെ തന്നെ മികച്ച സിനിമാ ടൂറിസം സ്പോട്ടാക്കി മാറ്റുകയാണ്. അതിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ അന്തിമഘട്ടത്തിലേക്കാണ്. കായൽ പരപ്പും കൊതുമ്പ് വള്ളവും നെൽപ്പാടങ്ങളും ദേശാടന കിളികളും കൈത്തോടുകളും താറാവുകളും സൂര്യാസ്തമന കാഴ്ചയും മാറ്റുകൂട്ടുന്ന ഗൃഹാതുരത്വം തുളുമ്പുന്ന പഴയകാല ഗ്രാമഭംഗി നമുക്ക് സമ്മാനിക്കുന്ന വെള്ളായണി ഗ്രാമമാണിത്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലാണിതിപ്പോൾ. സന്ധ്യാസമയമായി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണിവിടെ. സേതുമാധവനും അച്യുതൻ നായരും കൂടെ കീരിക്കാടൻ ജോസും തിമിർത്താടിയ പാലവും അതിലുപരി ഇന്നവശേഷിക്കുന്ന ഗ്രാമീണ ജീവിതവും അനുഭവവേദ്യമാക്കാനുള്ള ആകാംക്ഷയും ആശയവുമാണ് ഏവരുടെയും മുഖത്ത്. സേതുമാധവൻ തൻ്റെ ദുഃഖങ്ങൾ കടിച്ചമർത്തി കൈവിട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ വെമ്പി ഈ പാലത്തിൻ്റെ കൈവരിയിൽ ഇരുന്ന ദൃശ്യം മലയാളി പ്രേക്ഷകർക്ക് എങ്ങനെയാണ് മറക്കാനാകുക? ടൂറിസം വകുപ്പ് വൻ സജ്ജീകരണങ്ങളാണ് നമുക്കായി ഇവിടെ ഒരുക്കുന്നത്. നല്ല ഇരിപ്പിടങ്ങൾ, മുളങ്കാടുകളുടെ തണൽ, ശുചിമുറികളും കഫറ്റേരികളുമായി നിരവധി കാര്യങ്ങളുണ്ട്. മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ഇവിടുത്തെ സെൽഫി സ്പോട്ടാണ്. സേതുമാധവനും അച്യുതൻ നായർക്കും കീരിക്കാടിനുമൊപ്പം നമുക്കും സെൽഫി എടുത്ത് ആനന്ദിക്കാനാകും. ടൂറിസ്റ്റുകളുടെ വരവ് കൂടിയതോടെ വഴിയോര കച്ചവടവും ഇവിടെ തകൃതിയാണ്. കൈത്തോടുകളും കായൽ കടന്ന് പരക്കുന്ന ഹരിതാഭവും ഇവിടുത്തെ പ്രത്യേകതകൾ തന്നെ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ദേശാടന കിളികളാണ്. പരസ്പരം സംസാരിച്ച് വെള്ളത്തിൽ ആഹാരം തേടുന്ന താറാക്കൂട്ടങ്ങൾ. കൂടെ കനാലിന്റെ ആഴങ്ങളിലേക്ക് ഒളിക്കാൻ ശ്രമിക്കുന്ന മനോഹരമായ സൂര്യകിരണങ്ങൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ഇക്കാണുന്നതാണ് യഥാർത്ഥ ഗ്രാമീണ ഭംഗി നമുക്ക് സമ്മാനിക്കുന്ന നോക്കത്താ ദൂരത്തുള്ള പുഞ്ചക്കരി നെൽപ്പാടങ്ങൾ. ഒരു കാലത്ത് പൂട്ടും മരമടിയും കൊയ്ത്തുപാട്ടും കൊണ്ട് കളം നിറഞ്ഞിരുന്ന ഇവിടെ പക്ഷെ ഇന്ന് ഈ സ്ഥാനം യന്ത്രങ്ങളുടെ കരകര ശബ്ദങ്ങൾ കൈയടക്കിയിരിക്കുന്നു. കാലം സമ്മാനിച്ച മാറ്റങ്ങളിലൊന്ന്. പക്ഷേ ഇളകുന്ന മണ്ണിൽ ഇരതയിടുന്ന കൊക്കുകൾക്ക് ഈ മാറ്റം പ്രശ്നമേയല്ല. പക്ഷേ കാക്കകൾക്കെന്നും ഇഷ്ടം കൂട്ടിയിട്ട നെല്ല് തന്നെ. ഇത് വശ്യസുന്ദരമായ വെള്ളായണി കായലിന്റെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നടക്കുന്ന കൊതുമ്പ് വള്ളങ്ങളുടെ മനോഹര ദൃശ്യങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയും ഇതുതന്നെയാണ്. മനോഹരമായ താമരപ്പൂക്കളുടെ വൻ ശേഖരമുണ്ട് ഈ കായൽ പരപ്പിൽ.
സ്വകാര്യത തേടിപ്പോകുന്ന മിഥുനങ്ങളാണ് ശല്യപ്പെടുത്തുന്ന. വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയ കിരീടം പാലത്തിന്റെ രാത്രികാല കാഴ്ച അതിമനോഹരം തന്നെ. അത് കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുന്നുള്ളൂ. വെള്ളായണി ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ദീപാലങ്കാരങ്ങൾ. അത് കാണാനും വൻ കൂട്ടം തന്നെ. ലാലേട്ടനും നായികയും ഇരുന്ന സ്ഥലങ്ങൾ ആരാധകർ കയ്യേറി ഫോട്ടോഷൂട്ടിലാണ്. ടൂറിസ്റ്റുകളും വഴിയോര കച്ചവടവും തകൃതിയായി നടക്കുന്നു. എവിടെയും ഉത്സവ പ്രതീതി തന്നെ. കനാലിലെ വാട്ടർ ഫൗണ്ടൻ ഷോ ടൂറിസ്റ്റുകളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ സുന്ദര ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്താനുള്ള ധൃതിയിലാണ്. മലയാള ചലച്ചിത്ര ആസ്വാദകരെ ഒരു കാലത്ത് വല്ലാതെ ആകർഷിച്ച, അതുപോലെ തന്നെ ആഴത്തിൽ വേദനിപ്പിച്ച കിരീടം പാലത്തിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സീ യു അഗൈൻ.